ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെ ഐനാസ് എന്നും അതുപോലെ തന്നെ മടക്കെന്നും പറയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മാവ് കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്ട്രോബെറിയുടെ എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4-5 തുള്ളി ഇട്ടിച്ചു കൊടുക്കാം. ഇതിന് പകരം പൊടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി പൊടിയിലേക്ക് വെള്ളം കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കാം. ഈ ഐനാസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഗൾഫിലേക്ക് കൊടുത്തയക്കണം എന്നുള്ളവർക്കൊക്കെ കൊടുത്തയക്കാനും പറ്റും. സാധാ വെള്ളത്തിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുന്നത്. ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല. നമ്മൾ സാധാ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ മാവിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ മടക്കിൻ്റെ ലെയേഴ്സൊക്കെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒരു ബാറ്റർ തയ്യാറാക്കാണ്ട് അതിനായിട്ട് ചെറിയൊരു ബൗളിൽ നമുക്ക് കുറച്ച് ഓയിൽ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് ബോൾസാക്കി ചെറിയ ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മാവ് പരത്തിയെടുക്കാം. നമ്മൾ 2 പത്തിരി വെച്ചിട്ടാണ് ഐനാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 2 പത്തിരി ഉണ്ടാക്കി തുടങ്ങാം. മൈദപ്പൊടി ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാവുന്നതാണ്. പക്ഷെ മൈദപ്പൊടിയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഒരു പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പത്തിരിയും ഇതുപോലെ ചെയ്തെടുക്കാം. എൻ്റെ വീട്ടിൽ പെരുന്നാളായാലൊക്കെ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതിലെ ഒരു ഐറ്റമാണത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത്. അപ്പോൾ രണ്ടാമത്തെ പത്തിരിയും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മീതെയായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അത് തേച്ച് കൊടുക്കാം. ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ തേച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് രണ്ടാമത്തെ പത്തിരി ഇതിന് മീതെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെയും നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ തേച്ച് കൊടുക്കാം. പത്തിരിയുടെ എല്ലാ ഭാഗത്തും ഈ ബാറ്റർ ആവണം കേട്ടോ. ഇനി ഇതാ ഇതുപോലെ ചെറുതാക്കി മടക്കിയെടുക്കണം. ഇത് നല്ല രസമുള്ള പരിപാടിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് വേണമെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ 2 അറ്റവും ചെറുതായിട്ടൊന്ന് മുറിച്ച് കളയാം. അതിനുശേഷം ഈ ഒരു വീതിയിൽ മുറിച്ചെടുക്കാം. ഇത് പരത്തിയെടുക്കാൻ പൊടി വിതറി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ ഓൾറെഡി നമ്മൾ ഓയിലിൻ്റെ ബാറ്ററൊക്കെ ചേർത്ത് കൊടുത്ത കാരണം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. എല്ലാം പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഇത് പരത്തി കഴിഞ്ഞാലും
ഇതിൻ്റെ തിന്നായിട്ടുള്ള ലെയേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇതുപോലെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ മടക്കിയിട്ട് തുടങ്ങാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലും ആവാൻ പാടില്ല, അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലും ആവാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്തിട്ടുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഹോം മെയ്ഡ് മടക്ക് എല്ലാവർക്കും വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിൽ യെല്ലോ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കുന്നില്ല. അതിന് പകരമായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും അതിൻ്റെ കൂടെ 2 ഏലക്കായ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിന് മേലായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മധുരം കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് കൂടുതൽ സ്പ്രെഡ് ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ച് വേണ്ടവർക്ക് കുറച്ചിട്ടാൽ മതി. മടക്കിനെ ചില ആൾക്കാർ കാജാന്നും പറയും, അതുപോലെ ഐനാസ് എന്ന് പറയും, പിന്നെ കുട്ടി ഐനാസ് എന്ന് പറയും. അതുപോലെ പല സ്ഥലങ്ങളിലും പല പേരാണ്. അപ്പോൾ നിങ്ങളെ സ്ഥലത്തൊക്കെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഈ ഐനാസിൻ്റെ എല്ലാ സൈഡും നമ്മൾ മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ ഐനാസ് ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഇനി കോരി മാറ്റാം. അപ്പോൾ മടക്ക് ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ ഐനാസ് തന്നെ നമുക്ക് ഇനി വലുത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 പത്തിരിയൊക്കെ ഒരുമിച്ച് ഇതുപോലെ മടക്കി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പരത്തിയെടുത്താൽ നമുക്ക് വലിയ ഐനാസ് കിട്ടും. നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ. ഇനി ഐനാസിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐനാസിൻ്റെ എല്ലാ ഭാഗത്തേക്കും പഞ്ചസാര ആയിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.